ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷുവിൻ്റെ അന്നത്തെ ഒരു വ്ളോഗാണ്. അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ മണ്ണമ്പട്ടൊക്കെയാണ് പോയത്. അപ്പോൾ കാര്യമായ കാര്യങ്ങളൊന്നും ഇല്ല, സമയം കിട്ടുമ്പോൾ ഇരുന്ന് കണ്ടാൽ മതി. വീടും വീടുത്തെ വിശേഷങ്ങളും വീടും ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഉഷാറായിട്ടോ. അപ്പോൾ നാളെ വിഷുവാണ്. വിഷു ആയ കാരണം കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, പൊക്കോ, നാളെ HB ചെക്ക് ചെയ്യാം, അല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെക്ക് ചെയ്യാം. ഞാൻ നാളെ ചെക്ക് ചെയ്തിട്ട് വിടുള്ളായിരുന്നു. അപ്പോൾ വിഷു എന്തായാലും ഹോസ്പിറ്റലിലായില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കൊറോണ കാലമായ കാരണം നമുക്ക് വിഷു ഹോസ്പിറ്റലിലായാലും വിഷയമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ശ്രീകുട്ടനൊന്നും ഇല്ലാണ്ടാവുമ്പോൾ ഒരു വിഷമമുണ്ട് നമുക്ക്. അത് അമ്മമാർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ പടക്കമൊക്കെ പോയിട്ടുണ്ട്, കണ്ട അപ്പുറത്തെ വീട്ടിലൊക്കെ പടക്കങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പം അച്ഛൻ ചിക്കൻ നന്നാക്കാണ്. അമ്മ ഹോസ്പിറ്റലിൽ നമ്മുടെ കൂടെ എല്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് നമ്മൾ വന്നിട്ട് ചിക്കനൊക്കെ അച്ഛൻ റെഡിയാക്കി. അപ്പോൾ നാട്ടുമ്പുറായ കാരണം കൊണ്ട് തന്നെ എല്ലാം ചിക്കനും ആൾക്കാരും എല്ലാവരും എപ്പോഴും അവൈലബിൾ ആണ്. നാട്ടുകാരായാലും അങ്ങനെ കൊറോണ വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ നാടുകളൊന്നും ബാധിച്ചിട്ടില്ല. എന്താ പറയുക, അകന്ന് ജീവിച്ചിരുന്നവർ കൂടി കുറച്ചും കൂടി അടുക്കാണ് ചെയ്തത് നാട്ടുമ്പുറങ്ങളിൽ കബഡി കളിക്കാനും ഷട്ടിൽ കളിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഇത് വീട് മണ്ണമ്പട്ട, നമ്മുടെ അമ്പലൂരിൽ നിന്ന് ചിമ്മനടാം പൂമ്പ മണ്ണമ്പട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. വീടും പരിസരമൊക്കെ നല്ലൊരു ഗ്രാമത്തിൻ്റെ പച്ചപ്പൊക്കെയുള്ള ഇതാണ്. ഞാൻ നാളെ കാലത്ത് കാണിച്ചു തരാം കേട്ടോ അതൊക്കെ. നമ്മുടെ വീടിൻ്റെ പിന്നിൽ ഒരു മുല്ലമരം ഉണ്ട്. മുല്ലമരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളിമുല്ലയാണ്. അതൊരു മരത്തും ഇങ്ങനെ പടർന്നു നോക്കുക കണ്ട. അപ്പോൾ നിറയെ ഉണ്ടായിട്ടോ. ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മുടെ വീടിൻ്റെ അടുക്കള വശത്ത് വന്നിരിക്കുമ്പോൾ. നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നാലും എല്ലാവരും ഉമ്മറത്തൂടെ ചാടി കയറി വന്നിട്ട് അടുക്കള വശത്ത് ഇങ്ങനെ കുറച്ചിന് ഇറയില്ലേ, ഇറയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരാന്താന്ന് പറയും. അപ്പോൾ തൃശ്ശൂർ ഭാഷയിൽ അതിനെ ഇറയം എന്ന് പറയാം. അവിടെ ഇരുന്നിട്ടാണ് പിന്നെ സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനത് തുളസിമാലയും ഇതും കൂടി കൂട്ടിയിട്ട് നമുക്ക് കണി വയ്ക്കണ്ടേ. അപ്പോൾ കണി വയ്ക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണന് മാല കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ മാല കെട്ടണത് നിങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെ അമ്പലക്കെട്ട് എന്ന് പറയും ഇതിന്. അമ്പലത്തിൽ മാല കെട്ടണ ഇതിന്. ഇത് ചെറുപ്പത്തിൽ കെട്ടിയിട്ടുള്ളതാണ്, പക്ഷെ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കെട്ടിക്കഴിഞ്ഞു. അപ്പം അമ്മ അപ്പോഴേക്കും കണിയൊക്കെ വെച്ചു, സുന്ദരക്കുട്ടപ്പനാക്കി നമ്മുടെ കൃഷ്ണേട്ടനെ. അപ്പോൾ മാലയൊക്കെ ഇട്ടു. എന്താ പറയുക, അമ്മ ഇത്തിരി നേരം കൊണ്ട് അതൊക്കെ ചെയ്തു കേട്ടോ. വലിയ ആർഭാടമായ കണിയൊന്നും ഇല്ല, നല്ല കാലത്ത് എനിക്കുമ്പോൾ നമുക്ക് കണി കാണണ്ട അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. കുപ്പി കഴിക്കണ്ടത്, കുപ്പി വെള്ളം കുപ്പിയാ. ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചേച്ചി ഇല്ലാത്ത തന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അത് ശരിക്കും അനുഭവിക്കാൻ കഴിഞ്ഞത് പിറ്റേ ദിവസമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രങ്ങളൊക്കെ മുറിക്കഴിഞ്ഞ് അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങി. വലിയ ആർഭാടമായ രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കട, നമുക്ക് പച്ചക്കറി കടയുള്ള കാരണമുണ്ടേ അവിടെ നിന്ന് അച്ഛൻ തലേദിവസം അച്ഛൻ പോയപ്പോൾ കുറേ ആപ്പിളും മുന്തിരിയും സാധനങ്ങളും കൈതച്ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണി കാണാൻ പറ്റി. കണി മുടക്കിയില്ല. ഞാനും ശ്രീകുട്ടനും അച്ഛനും അമ്മയും ഒക്കെ കണി കണ്ടു. ഏട്ടൻ ഉണ്ടായിരുന്നില്ല. ഏട്ടൻ നല്ല വൈകുന്നേരം എന്നെ കൊണ്ടാക്കിയിട്ട് തന്നെ തലൂർക്ക് പോകുന്നായിരുന്നു. വിഷു ആയ കാരണം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ. അമ്മയ്ക്ക് കുറേ മീനുകളുണ്ട് കണ്ടോ. ഒറ്റകൾ കിടന്ന് ഇങ്ങനെ എന്താ പറയുക, ഒരുതരം പരാക്രമം കാണിക്കണുണ്ടോ. ഭയങ്കര സ്നേഹം ഒറ്റകൾക്ക് അമ്മോട്. എന്താണെന്നറിയില്ല, എന്നും അമ്മനെ കാണുന്ന കാരണം ഉണ്ടാവും. അപ്പോൾ അമ്മയ്ക്ക് കുഞ്ഞു ചെടിത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അമ്മ ആടിനെ നോക്കിയിട്ട് പിന്നെ കടയിലേക്ക് വരും, നമ്മുടെ കടയിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഈ ചെടികളെ നോക്കലാണ് അമ്മേരെ പണി. അമ്മേരെ ഒരു ദിവസം അങ്ങനെയാണ് പോണത്. അപ്പോൾ വീട് ഇങ്ങനെയല്ലായിരുന്നു. അച്ഛൻ്റെ പേടകം, ഇത് അച്ഛൻ്റെ പണി സാധനങ്ങളാണ്. ഇതിന് ആലാസ് എന്ന് പറയും. ആലാസ് എന്നല്ല പറയാം, ആലാസ് എന്ന് തന്നെ പറയാം. കിണറ്റിലേക്ക് ഇറങ്ങണ കയറാണ് കേട്ടോ. അച്ഛൻ്റെ കിണർ പണിയാണ്. ഇപ്പോൾ വേനൽക്കാലമായ കാരണം കൊണ്ട് കിണറ്റിൽ വെള്ളമൊന്നുമില്ലല്ലോ. അപ്പോൾ ചേറെടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, പൂന്തോട്ടമുണ്ട്, അതായത് തോട്ടമുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചത് ജിനു ചേട്ടൻ്റെ വീട്. ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ ഉഗാണ്ടയല്ല അങ്ങനെ എന്തോ ഒരു രാജ്യത്താ ചേട്ടൻ. അവിടെ അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുള്ള രാജ്യത്ത്. അവിടെ കൊറോണയൊന്നും ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് ഒരയൽക്കാർ. പിന്നെ കുമാരൻ വില്ലിസിൻ്റെ വീട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. ഈ പെയിൻ്റ് അടിച്ചതും കാര്യങ്ങളും ഒക്കെ അച്ഛനും അമ്മയും തന്നെയാണ് കേട്ടോ. എല്ലാ കൊല്ലവും പരാക്രമപൂരം വരുമ്പോൾ അച്ഛനും അമ്മയും പെയിൻ്റ് അടിക്കും. പല പല വർണ്ണങ്ങളുള്ള പെയിൻറ് വരും. പച്ച, നീല, ചുവപ്പ, മഞ്ഞ എന്നൊക്കെ പറഞ്ഞ് പല വർണ്ണത്തിലുള്ള പെയിൻറ് വരും. അപ്പോൾ ചെടികൾ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ അമ്മ, കുറച്ച് നാൾ മുന്നേ വെച്ചിട്ടുള്ളൂ. ആടുകളുണ്ടായിരുന്നു, കുറേ ആടുകളുണ്ടായിരുന്നു. അപ്പോൾ ആടുകൾ അമ്മ വിറ്റു. അച്ഛന് മുട്ടുവേദന ഇപ്പം ആടുകളെ വിറ്റു. അപ്പോഴാണ് ചെടി വെച്ച് തുടങ്ങിയത്. ഹാപ്പി വിഷു പറയും. ഹാപ്പി വിഷു. എല്ലാവർക്കും സന്തോഷകരമായ ഒരു വിഷു ആശംസിക്കുന്നു.
അപ്പോൾ അച്ഛൻ്റെ കാലം മുട്ടുമ്പോൾ കണ്ട ബാൻഡേഡ് ഇട്ടേക്കണ അച്ഛൻ്റെ സ്റ്റീൽ ബോഡി കാണാൻ നിങ്ങൾക്ക്. അച്ഛൻ വീട്ടിൽ അങ്ങനെ ഷർട്ട് ഇടാറില്ല കേട്ടോ. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ അച്ഛന്മാർ? എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ആൾ ഷർട്ട് അപ്പം ഇടും, അല്ലെങ്കിൽ വീട്ടിൽ വല്ല ഗസ്റ്റ് വരുമ്പോൾ ആൾ ഷർട്ട് ഇടും. അപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് നമ്മുടെ വിഷുക്കട്ട ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ട നാളികേരം ചിരകി കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഡ്രസ്സൊന്നും മാറാൻ പറ്റിയില്ല. വീട്ടിൽ ഡ്രസ്സുകളൊക്കെ പുതിയ ഡ്രസ്സുകളായിരുന്നു, വീട്ടിലിരുന്നതൊന്നും പറഞ്ഞില്ല. അപ്പം അമ്മയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയണം. അമ്മയുടെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ കഴിയില്ല. എന്തോരം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാം. നമുക്ക് 100 വിശേഷങ്ങളുണ്ടാവും പറയാൻ, പരദൂഷണവും അതും ഇതും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ചേച്ചിനെങ്കിൽ അവിടെ നിന്ന് വൈകുന്നേരം വരെ ഇരുന്ന് വർത്താനം പറയും. എല്ലാ 3 കുടുംബത്തിൻ്റെ കാര്യങ്ങളുണ്ടാവില്ലേ പറയാൻ. അപ്പോൾ നാട്ടിലത്തെ വിശേഷങ്ങളും ബന്ധുക്കളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അപ്പോഴേക്ക് ശ്രീകുട്ടൻ എണീറ്റ് വന്ന് രാവിലെ കണി കണ്ട് തമ്പാച്ചിനെ വിളിച്ച് പിന്നെ ഇതാ പല്ലേക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഒരു 28 വർഷം പഴക്കമുള്ള വീടാണ്. അത് കഴിഞ്ഞ് കുറേ റെന്യൂ ചെയ്തിട്ടുണ്ട് അമ്മ. അതുമ്മ കുറേ പരിപാടികൾ ചെയ്തിട്ട് ടൈലിടുക, അങ്ങനെ ചട്ടവാതിലായിരുന്നു ആദ്യം. അതിങ്ങനെ മാറ്റി, ചട്ടാതി വെച്ചിട്ടുണ്ടെങ്കിൽ അഴികൾ വെച്ചിട്ടുള്ളത് ഇരുമ്പിൻ്റെ, അപ്പോൾ അതൊക്കെ മാറ്റി ചില്ലൊക്കെ ഇട്ട് അത് ഒരു വേറൊരു രൂപത്തിലാക്കി എടുത്തു. ഞങ്ങളുടെ രണ്ടാണെങ്കിലും കല്യാണം കഴിപ്പിച്ച് കൊടുത്തതിന് ശേഷം അമ്മ. അപ്പോൾ അത് ചേച്ചിയും ചേട്ടനാണ്. ഇത് കുഞ്ഞനാണ് കേട്ടോ, നടുവിലിരിക്കുന്ന കുഞ്ഞു വാവ. മറ്റേത് 10 വർഷത്തിൻ്റെ. ഇത് ഞാനാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളതാണ്. ആർക്കും ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ അതിനോട് ചേർന്നൊരു റൂം ഉണ്ട്, നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്നൊരു റൂം. ശ്രീകുട്ടൻ്റെ കൈയും കുടിച്ച് കിടന്നുറങ്ങണം. ഇത് ഹാളാണ്, നടയിലകന്ന് പറയും മലയാളത്തിൽ. നമ്മളിങ്ങനെ നടയിലകന്ന് വെച്ചാൽ ഹാളിനെ പറയുന്നതാണ് തൃശ്ശൂർ ഭാഷയിൽ കേട്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ച് നീണ്ടിട്ടാണ്. അവിടെയാണ് ഞാൻ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുഞ്ഞനാണ് കേട്ടോ. കുഞ്ഞനെ അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കാണണം. അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കുറച്ചമ്മ അതിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് അച്ഛനമ്മയും കിടക്കുന്ന റൂമാണ്. പിന്നെ അടുക്കള. അപ്പോൾ ടൈലൊക്കെ ഇട്ടത് ഇവിടെ നമ്മുടെ കല്യാണ ശേഷം പഴയ മറ്റേ സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ചുവപ്പ് കളറിലും കറുപ്പ് കളറിലുള്ളത്, അതായിരുന്നു. അതിങ്ങനെ തുടച്ച് മാർബിൾ പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ പൊളിഞ്ഞ് പോരാൻ തുടങ്ങി. അപ്പം അമ്മ എല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ടൈലിട്ടു. ഇത് കിച്ചണോട് ചേർന്നൊരു റൂമുണ്ട്, അതിനോട് ചേർന്നിട്ട് ഒരു ബാത്റൂമുണ്ട്. ഇവിടെ ഞാനും ചേച്ചിയൊക്കെ ഡെലിവറി കഴിഞ്ഞ് കിടന്നത് ആ റൂമിൽ. അപ്പോഴാണ് നമ്മുടെ ബാത്റൂം എടുത്തത്. അച്ഛൻ തന്നെയാണ് ബാത്റൂമൊക്കെ പണി കഴിച്ചത്. അപ്പോൾ അവിടെയാണ് ഒരു ബാത്റൂം. പിന്നെ പുറത്ത് പച്ചൻ പോണ സൈഡിൽ വേറൊരു ബാത്റൂമുണ്ട്. പച്ചപ്പോൾ പോണത് പിന്നെ വരാന്തയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടേക്കുള്ള സ്ഥലം, നമ്മുടെ കിണർ, പിന്നെ നമ്മുടെ പറമ്പ്. കിണർ അച്ഛൻ കുത്തിയത് തന്നെയാണ് കേട്ടോ. അച്ഛന് കിണർ അച്ഛനും ബാലവല്യച്ഛനാണ് കിണർ കുത്താറുന്നത്. ബാലവല്യച്ഛന് ഇപ്പം അച്ഛൻ്റെ കൂടെ കിണർ കുത്താനൊന്നും പോകുന്നില്ല. ആളിങ്ങനെ കുറച്ച് അസുഖമൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അച്ഛനേക്കാളും മൂത്തതാണ് ആളെ. പിന്നെ അച്ഛൻ എപ്പോഴും കിണറൊക്കെ കുത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആട്ടുംകൂട്, റോസിലേച്ചിയുടെ വീടാണത്. ആട്ടുംകൂടിൽ ഇതിൽ കുട്ടിയിൽ കുഞ്ഞാടുങ്ങളൊക്കെ ഇടും. പിന്നെ മറ്റേത് വലിയ ഇപ്പോൾ 2 തള്ളാട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ അമ്മ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ കാലും വേണ്ട, നിങ്ങൾ നമ്മുടെ പട്ടീസ് ഇട്ട് നോക്കണുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ഭയങ്കര മുട്ടുവേദന. ഒരു വട്ടം അങ്ങനെ ഡിസ്ലൊക്കേറ്റഡായി നമ്മുടെ മറ്റേ നീ ജോയിൻറ്റ്. അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മ ആടിനൊക്കെ കൊടുത്തു. അച്ഛനാണ് ഇലയൊക്കെ വെട്ടിയിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ റേഷൻ്റെ അരി കിട്ടിയതുകൊണ്ടാണ് അമ്മ പാച്ചോറ് ഉണ്ടാക്കിയത്. അച്ഛൻ അമ്മയിലോടേക്ക് പോകാൻ റെഡിയായിട്ട് ചുള്ളമണിയായിട്ട് നിൽക്കുകയാണ്. അമ്മ കുക്കറിലാണ് പാച്ചോറ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ കഴിക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് അമ്മയുടെ കൂടെ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ തലൂര് വീടിൻ്റെ അവിടുത്തെ മുരിങ്ങത്തൈ കൊണ്ട് നട്ടതാണ്. ചേന, പിന്നെ മുരിങ്ങക്കായ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തേക്കുള്ള സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അന്വേഷിച്ചിറങ്ങിയതാണ് പറമ്പിലേക്ക്. മാങ്ങ പൊട്ടിക്കുന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടാ. അപ്പോൾ അച്ഛനും ശ്രീകുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് അമ്മായിയുടെ വീട്ടിൽ പോവാണ്. അച്ഛനൊരു പെങ്ങളാണുള്ളത്, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പല വ്ലോഗുകളിലായിട്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് വിഷുക്കൈനീട്ടം കൊടുക്കാൻ പോവുക. ചേട്ടന്മാരൊക്കെ ഉണ്ടാവും അവിടെ. ഒരു ചേട്ടൻ ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്മാരെ കാണാനൊക്കെ ആയിട്ട് ശ്രീകുട്ടനും അച്ഛനും കൂടി പോവാണ്. അപ്പോൾ നമുക്ക് അന്നത്തേക്കുള്ള സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് അരിയേണ്ടത്. അത് നമുക്ക് അരിയാം. പിന്നെ അപ്പോൾ ചീര തോട്ടത്തിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, അവിടെ നിന്ന് 2 എണ്ണം പൊട്ടിച്ചു. ചീര കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബ്ലഡ് വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കടയിലത്തെ പിള്ളേർ വിളിക്കുകയാണ്, ചേച്ചി അസുഖമൊക്കെ മാറിയെന്നൊക്കെ ചോദിച്ചിട്ട്. ഹലോ, ഹാപ്പി ഇല്ലാത്ത വിഷു. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീര അരിയാം കേട്ടോ. അപ്പോൾ ചീരയും അരിഞ്ഞു. ഒരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ.
ഇനി നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഹായ്, പറയാൻ കൂട്ടുകാരിയെ പരിചയപ്പെടുത്താൻ വന്നിരുന്നത് അമ്മ. ഇത് എന്റെ റോസ്ലി കൂട്ടുകാരി, എന്റെ എല്ലാമാണ് റോസ്ലി. അമ്മരെ മനസൂക്ഷിപ്പുകാരി അനിയത്തിയാണ്. എന്റെ ഒരു കൂടപ്പുറപ്പിന്റെ പോലെ എനിക്ക് എന്റെ റോസ്ലി റോസ്ലേച്ചിയുടെ വീട് തൃശ്ശൂരാണ് അല്ലേ? തൃശ്ശൂർ തന്നെ. ഞങ്ങളുടെ രണ്ടാൾക്കാരുടെ വീടും തൃശ്ശൂരാണ്. പക്ഷെ ഞങ്ങൾ അറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഒരു ലൂർദ് പള്ളിയുടെ പിന്നിലാണ് താമസിക്കുന്നത്. ലൂർദ് പള്ളി എല്ലാവരും അറിയായിരിക്കാം, തൃശ്ശൂർ പരിചയമുള്ളവരൊക്കെ. ഷൂട്ട് ചെയ്യ റോസ്ലേച്ചിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ചങ്കിന്. അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങള് ചാലക്കോട്ടുകര ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെട്ടത്. ഇപ്പൊ ഞങ്ങളൊരു ഞങ്ങൾ ഇവിടെ താമസിച്ചു തുടങ്ങിയിട്ട് 28 കൊല്ലായി. റോസലി വന്നിട്ട് 15 കൊല്ലം. റോസലിക്ക് ഒരു മോനാണുള്ളത്, ജിസുമോൻ. പിന്നെ ജോർജ് ഏട്ടൻ ഹസ്ബൻഡ്. പിന്നെ ജീസുമോന് 1 വയസ്സ്. ജീസുമോന് കുറച്ച് ചെറുതായിരിക്കും വീട് പണിയൊക്കെ തുടങ്ങി. വലിയ ചെക്കനാണ് അവൻ. വലിയ ചെക്കനായി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കും. ഒരു മോനുള്ളൂ. ജോർജ് ഏട്ടൻ ഇവരിങ്ങനെ നമ്മുടെ സ്നാക്സിന്റെ വർക്കാണ് കേട്ടാ. സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ബേക്കറിയിലേക്ക് സ്നാക്സ് വർക്കാണ്. റോസ്ലേച്ചി സഹായിക്കും, ജോർജ് ഏട്ടനെ സഹായിക്കും. അപ്പൊ അതാണ് റോസ്ലേച്ചി. അപ്പൊ റോസ്ലേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ റോസ്ലേച്ചിനെ പരിചയപ്പെടുത്തണം എന്ന് കുറെ നേരമായി കുറെ നാളായി പറയുന്നത്. റോസ്ലേച്ചിനെ പരിചയപ്പെടുത്തണം. പിന്നെ റോസ്ലിയുടെ ചേച്ചിയുടെ മക്കളും ഗൾഫിലും ഓസ്ട്രേലിയയിലുണ്ട്. അവരൊക്കെ കാണാറുണ്ട്. അവരൊക്കെ കാണുമ്പോ മേമേനെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ മേമേനെ കണ്ടു എന്ന് പറയാ. ചേച്ചിയുടെ ചാനലിലൂടെ മേമേനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് റോസ്ലേച്ചി കേട്ടാ. അപ്പോൾ പയറുപ്പേരി വെച്ചു, പയറുപ്പേരി, ചീരപ്പേരി, പിന്നെ സാമ്പാർ. ഇത്ര തന്നെ വിഭവങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അല്ല, ചീരപ്പേരി സൂപ്പറായിട്ടുണ്ടായിരുന്നു. ചീര കഴിച്ച നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സാധനം ഒരു പ്രത്യേക രുചിയല്ലേ. ഞാനിനി മാങ്ങ ഷേക്ക് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ കുറേ മാങ്ങയുണ്ട്. കുളമ്പ് മാങ്ങയും പ്രിയൂര് മാങ്ങയും ഇട്ടിട്ടാണ് നമ്മൾ ഷേക്ക് അടിക്കുന്നത്. അപ്പോൾ ആദ്യം തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി നമ്മളിങ്ങനെ ജാറിലിട്ടിട്ട് ഇത്തിരി പാലൊഴിക്കുക. അതിൽ പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ഷേക്കായി. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റാണ്. നമ്മൾ വെറുതെ മാങ്ങ ജ്യൂസ് അടിക്കുന്നതിനേക്കാളും നല്ലതാണ് കുറച്ച് പാലിട്ടിട്ട് അടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഉച്ചയായി ഏട്ടൻ വന്നു ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലയൊക്കെ തുടച്ച് അപ്പുറത്തെ പറമ്പിൽ നിന്ന് അമ്മ പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് ഇല കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് നമുക്ക് ചോറുണ്ടായിരിക്കാം. ചോറുണ്ടായിരുന്നപ്പോൾ പയറുപ്പേരി, അച്ചാർ, പപ്പടം, പിന്നെ സാമ്പാർ, അത്രയും വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ചീരപ്പേരി ഉണ്ടായിരുന്നു. ചീരപ്പേരി എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 3 ഇല കുറവുണ്ട്. ചേച്ചിയും കുഞ്ഞിനും മേട്ടായി. ലോക്ക്ഡൗൺ ആയ കാരണം നമുക്ക് വരാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നതാണുണ്ട്. തലൂരാണെങ്കിൽ എനിക്കും വീട്ടിൽ അച്ഛൻ്റെ അമ്മേനെയും കൂടെ കൊണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഊണൊക്കെ കഴിച്ചു. ചോറൊക്കെ ഊണൊക്കെ കഴിഞ്ഞ് ശ്രമിക്കായിരിക്കും. അത് വല്ലൂർക്ക് പോകാൻ നിൽക്കാട്ടോ. അപ്പോൾ ഏട്ടൻ വല്ലൂർക്ക് പോവാണ്. അവിടെ നിന്ന് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷം അന്നേരെ കൊഴുക്കട്ട തിന്നാൻ എണീറ്റ് വന്നതാണ് ഞാനും അമ്മയും. അമ്മേരെ ഇഡ്ലി ചെമ്പിൻ്റെ കഥ പറയാം. അമ്മയുടെ അമ്മ, അതായത് മുത്തിയമ്മ, ആളുടെ പേരാണ് മാളൂട്ടാ. ആ പേരാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ അമ്മ കുറച്ച് പഴയ കഥകളൊക്കെ പറയാം. അത് കൊറേ വർഷങ്ങളായി. ഇപ്പൊ അത് ചീത്തയായി. ഇപ്പൊ ഞാൻ മോളോട് പറയാണ് വേറെ ഒന്നും വാങ്ങിക്കണം. ഇതിന്റെ അടിയൊക്കെ പൊട്ടിയതോട് പൊടിയായി നമ്മ പറയും. ഇതില് ഇങ്ങനത്തെ ആധുനിക സംഭവങ്ങളുണ്ട്. ഇഡ്ലി ചെമ്പ്, പിന്നെ നമ്മുടെ സേവനാഴി ഇങ്ങനെ അമക്കണ സേവനാഴി കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മക്കിളിപ്പോ പിരിക്കണതും തോക്ക് പോലെ വെടിവെക്കുന്നതൊക്കെ അത് അമക്കണത് സേവനാഴി. പിന്നെ നമ്മുടെ അച്ചപ്പത്തട്ട്, അച്ചപ്പം കുത്തുന്ന അച്ചില്ലേ ഇങ്ങനെ പൂക്കളായിട്ട്, അതൊക്കെ അമ്മമ്മ മേടിച്ചു കൊടുത്തത് അമ്മയ്ക്ക്. അമ്മയുടെ അമ്മ കേട്ടാ. അമ്മയുടെ അമ്മ ഞാൻ എന്തെങ്കിലും അമ്മേനെ അമ്മയുടെ കഥകളൊക്കെ പറയിപ്പിക്കും. സൂപ്പർ ലേഡി ആയിരുന്നു അമ്മാമ്മ മരിച്ചുപോയി. എത്ര വയസ്സിലെ അമ്മയ്ക്ക് 42 വയസ്സുള്ളപ്പോഴാ? 42. എൻ്റെ അമ്മയ്ക്ക് 42 വയസ്സുള്ളപ്പോഴാണ് അമ്മ എന്നെ പ്രസവിച്ചിരിക്കുന്നത്. അപ്പം തന്നെ പ്രസവിച്ച് കഴിഞ്ഞ് ഞാൻ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സെൻറ്റ് ജോസഫ് സ്കൂളിൽ തൃശ്ശൂരാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ അമ്മ സൈൻ ചെയ്യാൻ എന്തെങ്കിലും അമ്മമാരെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷിതാക്കൾ വരുമ്പോൾ ചോദിക്കാം അമ്മമ്മയാണോ എന്നോട് ചോദിക്കും. എല്ലാവരും അമ്മൂമ്മയാണോ ചോദിക്കും.
നാളികേരം പഞ്ചസാരയും വിളയിച്ചത് ഇത്തിരി കുറവാടുന്നു. അപ്പോൾ ഞാനത് കുറച്ച് നാളികേരം ചിരകിയിട്ടിട്ട് മധുരം കുറച്ചിട്ടിട്ട് ഇങ്ങനെ പീച്ചാങ്കുടി എന്ന് പറയും ഞങ്ങളിവിടെ. പിടിയപ്പം എന്നൊക്കെ ചിലടുത്ത് പറയും. അതാണ് പീച്ചാമ്പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പീച്ചും. അതന്നെ ഇപ്പൊ പീച്ച് കാണിച്ചു കൊടുത്തമ്മ. 4 മണി പലഹാരം കുറച്ചേരം ഉച്ചയ്ക്ക് ഇരുന്ന് ഉറങ്ങിയിട്ടാ. ഉറങ്ങല്ല, ഞാനിപ്പോൾ ടിക്ടോക്ക് വീഡിയോസ് ഇരുന്ന് കണ്ട് അത് കുറച്ചേരം. അപ്പോൾ ഇത് മധുരം വേണ്ടാത്തവർക്ക് ഇതിങ്ങനെ പീച്ചിട്ട് ഇങ്ങനെ വെക്കുക. കണ്ട, അതാണ് പീച്ചാമ്പൊടി. ഇത് അടച്ചു വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പീച്ചാമ്പൊടി കൊഴുക്കട്ട സ്പെഷ്യൽ. അപ്പോൾ അതൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും വന്നു. എൻ്റെ വലിയച്ഛൻ്റെ മോളാണ്. വലിയച്ഛൻ്റെ മോളും മോനും ഷാജു ചേട്ടനും ബിജു ചേച്ചിയുമാണ്. അപ്പോൾ ചേട്ടൻ വലിയച്ഛൻ്റെ മോൻ ഗൾഫിലാണ്. അപ്പോൾ ചേച്ചി ഞങ്ങൾ തറവാട് കുറച്ച് നമ്മുടെ തറവാട് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ അവിടെ പോയി വരുന്ന വഴിക്ക് ചേച്ചി കയറിയതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ചേച്ചിയും ചേട്ടനും എല്ലാവരും ഞങ്ങളിരുന്ന് റോസിലേച്ചി അമ്പിളേച്ചി ഒക്കെ ഇരുന്ന് കബഡി കളി നടന്ന പരിപാടി. അച്ഛൻ പിള്ളേരുടെ കൂടെ മഞ്ചാട്ടി വറക്കാടുന്നു. മഞ്ചാട്ടി ഗുരുവില്ലേ, അത് വറക്കാടുന്നത് ശ്രീകുട്ടൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ, ഉണ്ണിക്കുട്ടനും ശ്രീഹരിയും. അപ്പോൾ നമ്മൾ വീണ്ടും മുല്ലപ്പൂ പൊട്ടിച്ച് കോർക്കാനുള്ള പരിപാടിയിൽ തന്നെയാണ്. തലയിൽ വെക്കാമെന്നുള്ള പരിപാടിയിലായിരുന്നു ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറയണത് കേട്ടോ. എനിക്ക് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴേ നമുക്ക് എന്താ പറയുക, ഒരു പണി ഉണ്ടാവില്ല പ്രത്യേകിച്ച് ചെയ്യാനായിട്ട്. അമ്മ എല്ലാം ചെയ്തോളും. കുഞ്ഞു കുഞ്ഞു കുട്ടികളെ തുക്കളാച്ചി പണികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഭക്ഷണം നമുക്ക് നല്ല രുചിയോടുകൂടി കഴിക്കാം. കാരണം നമ്മൾ മസാലയുടെ മണമൊന്നും കേട്ടിട്ട് നമുക്ക് മടുക്കില്ല ഭക്ഷണം കഴിക്കുമ്പോൾ. ഒരു പ്രത്യേക രുചിയാണ് അമ്മ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ. അത് എല്ലാവർക്കും അങ്ങനെയാവുമെന്ന് എനിക്കറിയാം. എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ആരോട് ചോദിച്ചാലും അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണ് ഏറ്റവും രുചിയുള്ള ഭക്ഷണം എന്ന് പറയും. അപ്പോൾ ഞാൻ ചിക്കൻ വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മ ചിക്കൻ വെച്ചു. ബാക്കി ഇന്നലെ ഉണ്ടായിരുന്ന ചിക്കൻ്റെ ബാക്കി വെച്ചു. അതിരുന്ന് കഴിക്കുകയാണ്. കുളിക്കാൻ ശ്രീകുട്ടനെ കുളിപ്പിച്ചു. അപ്പൊ അവന്റെ ഗാനമേളയൊക്കെ കഴിഞ്ഞത് അവൻ അച്ഛൻ്റെ കൂടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അച്ഛൻ എന്താ ഷാജിപ്പാപ്പനായിട്ട് ഷാജിപ്പാപ്പൻ്റെ മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം മുല്ലപ്പൂവൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകുട്ടനെ കൊണ്ട് രാമനാമൊക്കെ ജപിപ്പിച്ചു. കണീരെടുത്ത് വെച്ചിരുന്ന് അപ്പോഴേക്കും ഭാഗ്യം തിരിച്ചു വന്നു. ശ്രീകുട്ടന് ചോറൊക്കെ കൊടുത്തു. ഞങ്ങൾ വീണ്ടും കളി തുടങ്ങി. ഞങ്ങൾ പിന്നെ വീട്ടിലുള്ളവരായി പിന്നെ കബഡി കളി നല്ല ഇൻട്രസ്റ്റ് ഉള്ള കളിയാട്ടാ. നമുക്ക് പെട്ടെന്ന് സമയം പോകും. നല്ല ചൂടാട്ടാ നമ്മുടെ നാട്ടിൽ. എൻ്റെ അമ്മ സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് ഏട്ടൻ തോർത്തുമുണ്ട് നനച്ച് വെള്ളം ഇട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് പോകേണ്ട നേരമായി. അപ്പോൾ ശ്രീകുട്ടൻ എന്തേ ചളുങ്ങി പിളുങ്ങി എന്തോ ചേച്ചിയുടെ അടുത്ത് നിന്ന് പോരുമ്പോൾ ഒരു മരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെയിൻ്റ് അടിച്ചിട്ട്, നമ്മുടെ മെഴുക് ഫ്ലവർ ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ശ്രീകുട്ടൻ ഇറങ്ങാണ്. തലൂർക്ക് പോകാനുള്ള ബാണ്ടക്കെട്ടാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പം അച്ഛനമ്മോടും പോവാന്ന് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ വരും. പോവാന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ ആ കണ്ണിൽ നിന്നിങ്ങനെ മായണ വരെ കല്യാണം കഴിഞ്ഞ് കൊടുത്ത പെൺപിള്ളേർക്കൊരു പ്രത്യേക വികാരമാണത്. അതായത് അച്ഛനമ്മ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇങ്ങനെ മനസ്സിന് ടക്ക് 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 ടക്കുന്നൊരു ഇടിയും എന്തെന്നില്ലാത്തൊരു സങ്കടവും വരും. എന്തിനാണെന്നറിയില്ല. എത്ര സുഖമാണ് നമുക്ക് ഭർത്താവിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും എന്താ പറയുക, അറിയാണ്ടൊന്ന് കണ്ണു പറയും. അപ്പോൾ ഞങ്ങളുടെ ചേച്ചി ഇല്ലാത്ത ചേട്ടായും കുഞ്ഞിനും ഇല്ലാത്തൊരു വിഷുവായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റാ ബൈ.